ഓണൊക്കെ അടിച്ചു പൊളിക്കണ്ടേ? എന്തോണടും അതല്ല പണ്ടേ തോന്നും. ഓണം മഴയത്തായില്ലേ? കൊടകട് ആന്തടഞ്ഞ് നേരത്തെ ഓണം ഇല്ലാന്ന് പറഞ്ഞ്. പണ്ടത്തെ ഓണല്ലേ ഓണം. ഒന്നോത്ത പറമ്പെന്ന് തുമ്പപ്പ് പറിക്കലും കമ്പനിക്കാരും ഒന്നിച്ചു കൂടിയിട്ട് ഡ്രസ് എടുക്കാൻ പോക്കും. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ? ഓഹോ, പിന്നെ കുടുംബക്കാരെല്ലാരും കൂടി തറവാട്ട് ഒത്തുചേർന്നിട്ട് ഓണസദ്യ ആഘോഷവും പാട്ടും അതൊക്കെ ഒരു ഹരായിരുന്നു കേട്ടോ. ഓഹോ, എല്ലാം പോയി. ചെറല്ലേ അതൊക്കെ ആയിരുന്നു ഓണം. ഭയങ്കരം തന്നെ. ഇന്നെ കളിയാക്ക തമാശാക്കിയൊന്നുമല്ല. ഓണമൊക്കെ ഇപ്പോഴും ഉണ്ട്. മാറിയത് നമ്മളാ. നീ നേരത്തെ പറഞ്ഞ കുന്നോത്ത പറമ്പിലെ പൂവെല്ലാരും തന്നെ ഉണ്ട്. പറിക്കാൻ ആളില്ലെന്നാള്. പിന്നെ ഡ്രസ്സിന്റെ കാര്യം, ഈ ഷർട്ട് ഉൾപ്പെടെ 4 അങ്ങനെ ഇനി ഓണത്തിന് ഓണക്കോടി വാങ്ങിനല്ലോ, അത് ഓൺലൈനില്. ശരി തന്നെ. പക്ഷെ നമ്മളെ കുടുംബത്തിന്റെ ഒത്തൊരുമയും ഊഷ്മളതയും ഓണസദ്യ ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. ചേലക്കല്ലേ കുടുംബത്തിന് മഹിമ പറഞ്ഞു. അരസെന്റിന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ ഞാൻ അമ്മാനത്തല്ലേ കഴിഞ്ഞ പ്രാവശ്യം? അത് ഞാനൊന്ന് 2 ഇട്ടിട്ട് പറ്റിപ്പോയി. ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയ ഒരാളുടെ വരുന്നു. എന്റെ മാമനത് വരുന്നു. പൂവേ 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 നാറി മരുവനുണ്ടാണ്. ഞാനിത് ഓനെ പേടിക്കുന്നത്. നമുക്ക് ഈ പ്രശ്നം ഇപ്പൊ സോൾവ് ചെയ്യാം. അങ്ങനെ ഞാൻ മൂപ്പറെ വിളിക്കാം. എന്നിട്ട് നീ പറഞ്ഞിട്ട് ഈ വർഷത്തെ ഓണത്തിന് മൂപ്പറെ കുടുംബസമേതം വീട്ടിലേക്ക് വിളിക്കും. അത് വേണോ? നമുക്ക് ശ്രമിക്കാം. വിളി. സുധാരൻ അങ്ങോട്ട്. ഇവന് നിങ്ങളോട് എന്തോ സംസാരിക്കട്ടെ. അല്ലോ എന്താ പറയാനുള്ളത്? സംസാരിക്കും. ഞാൻ പറഞ്ഞു. എന്താടാ? ഒന്നുമില്ല. എന്താ? ഞാൻ നിങ്ങളുടെ ഓണത്തിനൊന്ന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. എന്തിന്? എന്റെ വീട്ടിൽ ഓണമില്ലായിട്ടോ? മാമനും ദേഷ്യപ്പെട്ടില്ലേ? കുടുംബത്തിന്റെ ഒത്തൊരുമേന്റെ കൂടി ഓണം. നിങ്ങളെല്ലാവരും കുടുംബത്തോടെ എന്റെ വീട്ടിൽ വന്നിട്ട് സദ്യയെല്ലാം കഴിച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം. നോക്കട്ടെ. എന്നാ ഓണത്തിന് വീട്ടിലേക്ക് വരുമ്പോ ഒരു 3000 രൂപ കൂടി എടുത്തോ. അതിനാടാ 3000? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളും കൂടി 5 എണ്ണം എണ്ണുന്നില്ലേ? അതിന്റെ ചെലവാരി കൊടുക്കും. അവന്റെ ഒരു 3000. ഓണങ്ങൾ അടിച്ചു പൊളിച്ചല്ലേ? ഓണപ്പൂ ഓണക്കോടിയും ഒന്നിന്റെ കൂടെ കുറവുണ്ട്. ഓണത്തല്ലിന്റെ